ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചക്കലത്തേക്ക് ഊണിന് പാവയ്ക്ക തീയലാക്കാമെന്ന് വിചാരിച്ചു. പാവയ്ക്ക 2 എടുത്ത് തക്കാളി ഇട്ട് പുളി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങ വറുത്ത് അരച്ച് ഞാൻ കൊണ്ടുവരാം. ഇതെല്ലാം അരിഞ്ഞ് കഴുകി വെച്ചേക്കോ, ഇനി അരിഞ്ഞാൽ മതി. അരിഞ്ഞ് എല്ലാം റെഡിയാക്കി കൊണ്ടുവരാം. അല്ലാതെ നമുക്ക് അരപ്പൊഴിക്കാം. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾ പൊടി, ശകലം ഉലുവായിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തത്. അപ്പം അതെല്ലാം കൂടി ഒന്നരച്ച് അരപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുക. പാവയ്ക്ക, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞ് വഴറ്റിയതാണ്. രണ്ട് വരണം, എന്നാൽ കയ്പ്പ് മാറത്തുള്ളൂ. ചെറുകയ്പ്പൊക്കെ നല്ലതാണ്. അപ്പം നമ്മൾ അരപ്പും കൂടി ഒഴിച്ചേക്കാം. തേങ്ങ വറുത്തരച്ച് ഇതിനകത്തൊഴിച്ച് ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിക്കുക. ഉപ്പിട്ടാണ് നമ്മൾ ഈ പാവയ്ക്ക ഒന്ന് വഴട്ടുന്നത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത് കറിയാക്കാം. ഒന്ന് തിളച്ച് കുറുകട്ടെ. ശകലം ഉപ്പും കൂടി ഇടണം. ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടേക്കാം. ശകലം നമ്മൾ പാവയ്ക്കകത്ത് അകത്ത് ഇച്ചിരി ഉപ്പിട്ട് വഴറ്റിയതാണ്, എന്നാലും ഇച്ചിരി കൂടി എണ്ണി വരും. ഇതൊന്ന് തിളച്ച് കുറുകട്ടെ, എന്നാലേ ശരിയാകത്തുള്ളൂ. ഒന്ന് കുറുകിയെന്ന് നോക്കാവേ. റെഡിയായി കേട്ടോ. ഇച്ചിരി എണ്ണ തെളിഞ്ഞോളൂ. ഇനി ഇങ്ങനെ ഇരുന്നാൽ കുഴപ്പമില്ല, നല്ലതാണ്. നോക്കട്ടെ ഉപ്പുണ്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ. കറക്റ്റല്ല. ഇതിൽ ശകലം കൂടെ ഒന്ന് കുറുക്കോളൂ ഇരുന്ന്. നല്ല കറിയാണ്, എല്ലാം കറക്റ്റാണ്. അപ്പം കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.